ഓക്കെ ഡോക്ടർ ജയരാജ്, നോക്കൂ, ആചാരങ്ങൾ പെട്ടെന്ന് മാറില്ല. സത്യം ചെരിപ്പിടുമ്പോഴേക്കും കള്ളം ലോകം ചുറ്റി വരും. പിന്നെ വരുന്ന വാർത്തകൾ കേൾക്കാൻ ആർക്കും മനസ്സുണ്ടാവില്ല, അതിന് എരിവുണ്ടാവില്ല. ഡോക്ടർ CJ റോയിയുടെ ദുരൂഹമായിട്ടുള്ള മരണം അത് രാഷ്ട്രീയ പ്രേരിതം ആക്കാനുള്ളൊരു ശ്രമം ഉണ്ടായില്ലേ? ഇതിനകത്ത് ഇത്തരത്തിലുള്ള മരണങ്ങൾ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ഇൻഡസ്ട്രിയലിസ്റ്റാണ് അദ്ദേഹം, ആത്മഹത്യ ചെയ്യുക എന്താണെന്നുള്ള കാര്യം, മരിച്ചു എന്ന് നമുക്കറിയാം, വാസ്തവം അതാണ്. ആ സമയത്ത് ഒരുപാട് കോൺസ്പിറസി തിയറീസ് ഉണ്ടാവാറുണ്ട്. സാധാരണഗതിയിൽ അത് പ്രസിദ്ധനായ ആര് മരിച്ചാലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മരണങ്ങളിലെല്ലാം കോൺസ്പിറസി തിയറീസ് ഉണ്ടാകാറുണ്ട്. പലരും പല കോൺസ്പിറസി തിയറീസാണ് ഇതിൻ്റെ പേരിൽ പറയുന്നത്. ആ കോൺസ്പിറസി തിയറീസിൻ്റെ എന്ന് പറയുന്നത് ഞാൻ പോകുന്നില്ല. പിന്നെ അദ്ദേഹം മലയാളിയാണോ, അല്ലെങ്കിൽ മലയാളി റൂട്ട്സ് ഉള്ള ഒരാളാണ്, മലയാളി ഡയസ്പോറയിൽപ്പെട്ട ഒരാളാണ്. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതിന് ഒരു കത്ത് കൊടുക്കുന്നത് അന്വേഷണം നടത്താൻ. നേരത്തെ ബഹുമാനപ്പെട്ട സെൻകുമാർ സാർ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫണ്ടിങ്ങോ ഡീറ്റെയിലോ ഉണ്ടെങ്കിൽ എന്തിനാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കത്ത് കൊടുക്കേണ്ടത്? ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ വേണ്ടി. അന്വേഷണം നടത്തുമ്പോൾ ഇതെല്ലാം വെളിയിൽ വരത്തില്ലേ, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ? അപ്പോൾ അന്വേഷണം നടത്താൻ പറയുന്നത് അത് രണ്ടും തമ്മിൽ കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഈ ടു ലീവ് ഓർ നോട്ട് ടു ലീവ് ഈസ് ദാറ്റ്, ടു ബി ഓർ നോട്ട് ടു ബി, ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഹാംലെറ്റ് ആണെന്ന് തോന്നുന്നു. ആക്ട് 3 രംഗം 1 ഹാംലെറ്റ് നാടകത്തിൽ, വില്യം ഷേക്സ്പിയറിൻ്റെ നാടകത്തിലാണ് പറയുന്നത്, ഒരു മനുഷ്യൻ ജീവിതത്തിലേക്കുള്ള കഷ്ടപ്പാടുകളെ നേരിടണോ അതോ മരിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് സ്പ്ലിറ്റ് സെക്കൻഡ് ഡിസിഷനാണെന്നേ. ഇതിനകത്ത് അതൊന്നുമല്ല നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പവർ ഉപയോഗിക്കുമ്പോൾ പവറും കോയഷനൊക്കെ ആണല്ലോ ഈ റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് 2 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്. ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്നുണ്ടോ, എത്ര ശതമാനം വരെ ഈ പവറും കോയഷനും പോകാം. ഈ 48 hours റെയ്ഡ് എന്നുള്ളത് പലപ്പോഴും 3 ദിവസം, അതിൽ കൂടുതൽ 4 ദിവസം 5 ദിവസമൊക്കെ ആവുന്നുണ്ട്. പിന്നെ ഇവരുടെ ഇൻഡസ്ട്രീസിൻ്റെ എല്ലാ പ്രമിസസിലും ഇത് ചെയ്യുന്നുണ്ട്. ഇത് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന്, സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് നമുക്കറിയാൻ പറ്റുന്നില്ല. പിന്നെ ഇത് മാത്രമല്ല, ഡിജിറ്റലായിട്ടുള്ള ഇവരുടെ എക്യുപ്മെൻറ്റ്സ് എല്ലാം, അതിൻ്റെ പാസ്വേഡുകൾ, ഇവർ ഇത് ചെയ്തിട്ടുള്ള ക്രിപ്റ്റോഗ്രാഫി ചെയ്തിട്ടുള്ള സാധനങ്ങൾ, പിന്നെ ക്ലൗഡ് ഉണ്ടെങ്കിൽ ക്ലൗഡ്, ഇതെല്ലാം ഇവരുടെ കയ്യിൽ വരികയാണ് ഈ ആദായ നികുതി വകുപ്പിൻ്റെ. അതുകൊണ്ടാണ് ഈ ഒരാളുടെ സ്വകാര്യത എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം, അതായത് ഈ വിധി വന്നിട്ടുണ്ടല്ലോ, അതായത് സുപ്രീം കോടതി സ്വാമി ഒരാളുടെ സ്വകാര്യത എന്ന് പറയുന്നത് അയാളുടെ ഇതിനോടൊപ്പം അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മൗലിക അവകാശമാണെന്നാണ് ആ വിധി വന്നത്, പുട്ടസ്വാമി കേസിൽ വന്നത്. അതിനകത്ത് ഭരണഘടനയിലെ 14, 19, 21 വകുപ്പുകൾ പ്രകാരം സ്വകാര്യത ഒരു മൗലിക അവകാശം എന്നുള്ളൊരു സുപ്രസിദ്ധ വിധി ഉണ്ടായിട്ടുണ്ട് 2017. ആ വിധിയെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതിനകത്ത് MV ശർമ്മ കേസിൻ്റെ വിധിയെ തിരുത്തിക്കൊണ്ട് ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ പരിധിയിലാണ് സ്വകാര്യതയ്ക്കുള്ള അവകാശം എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് ഇൻ്റർഫിയർ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അത് ചികിത്സ രോഗത്തിനേക്കാളും ഭേദമാകുന്നില്ല. നേരത്തെ സെൻകുമാർ സാർ പറഞ്ഞതുപോലെ ഇതിനകത്ത് എന്തെങ്കിലും മണി ലോണ്ടറി നടന്നിട്ടുണ്ടോ എന്നൊക്കെയാണല്ലോ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ശ്രമങ്ങൾ. അല്ലെങ്കിൽ എന്തെങ്കിലും ടെററിസ്റ്റ് ആക്ടിവിറ്റി നടന്നിട്ടുണ്ടോ, ഈ മണി ലോണ്ടറി ദൂരം വേറെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയാണല്ലോ ഇതൊക്കെ നമ്മൾ റെയ്ഡുകളൊക്കെ നടത്തുന്നത്. ഇവരുടെ കള്ളപ്പണം കണ്ട് ഇപ്പോൾ കേരളത്തിൽ PFIയുടെ ഓഫീസസിലൊക്കെ റെയ്ഡ് ചെയ്തത് അതിന് വേണ്ടിയിട്ടാണല്ലോ. ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയലിസ്റ്റും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കുമ്പോൾ അത് നമ്മൾ ഒരു രോഗത്തിനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത്, ഈ ഒരു രോഗം. പക്ഷേ ചികിത്സ രോഗത്തിനേക്കാൾ ഭീകരമായുള്ള അവസ്ഥ എന്തായിരിക്കും? എനിക്ക് ഒരുപാട് പേരെ അറിയാം. ബ്രിട്ടാനിയ രാജൻപിള്ളയുടെ കേസ്, തക്കീയുദ്ദീൻ വാഹിദിൻ്റെ കേസ്, അതാണ്ട് ഇപ്പോൾ അടുത്ത ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ടുള്ള CJ റോയുടെ കേസ്. ഇപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന 3 കേസുകളാണെങ്കിൽ പോലും ഇതിനൊരു ലൈനുണ്ട്. അപ്പോൾ അവർ എന്തുകൊണ്ട് അവർ കൊല്ലപ്പെട്ടു? ഒരാൾ തീഹാർ ജയിലിൽ കൊല്ലപ്പെട്ടു, ഒരാളെ വെടിവെച്ച് കൊന്നു, ഒരാൾ താണ്ട് സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്നു. അല്ല ഡോക്ടർ ജയരാജ്, ചോദ്യം ഇതാണ്, അതിന് നരേന്ദ്രമോദി എന്ത് പിഴച്ചു എന്നുള്ളതാണ്. ക്ലിയർ ആയിട്ട് വെളി വരും. ഇദ്ദേഹത്തിന്റെ ആത്മഹത്യ സംഭവിച്ചതിന് പിറകെ തന്നെ കേന്ദ്ര ഏജൻസികളെ കുറ്റപ്പെടുത്തുക, കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുക, വിശിഷ്യ നരേന്ദ്രമോദിയെ വിമർശിക്കുക, അതിൻ്റെയൊക്കെ ഒരു സാഹചര്യം എന്താണ്?
കേന്ദ്ര ഏജൻസിയെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. ഇതിനകത്ത് അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്. ആ ഉദ്യോഗസ്ഥരെയൊക്കെ സിംഗിൾ ഔട്ട് ചെയ്ത് അങ്ങനെ ആരെങ്കിലും ഹരാസ്മെന്റ് ലെവലിലോട്ട് പോകുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. ഈ ഒരു ഏജൻസി എന്ന് പറയുമ്പോൾ എല്ലാം അങ്ങ് ഫുൾ പ്രൂഫ് ആയിരിക്കണം എന്നൊന്നുമില്ലല്ലോ. അതിനകത്ത് ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. അതിനകത്ത് അവരെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചില ആളുകളുടെയൊക്കെ പേരിൽ ഇപ്പോൾ നടപടിയെടുത്തത് നമ്മൾ കണ്ടതാണ്. കേന്ദ്ര ഏജൻസിയിലുള്ള ഒരാളെ, ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോയ ഒരാളെ നടപടിയെടുത്ത് എന്തിനാണ്? വേറൊരു കേസിൻ്റെ പേരിൽ, ഒരു കൊല്ലത്തുള്ള ഒരു വ്യാപാരിയുടെ പേരിൽ, ഒരു എക്സ്പോർട്ടറിൻ്റെ പേരിൽ നടന്ന കേസിൽ ഒരാൾ, അത് കേരളം മൊത്തം അറിഞ്ഞ വാർത്തയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഈ കേന്ദ്ര ഏജൻസിയുടെ മറവ് ഉപയോഗിച്ച് ചില കളങ്കിതരായ ഉദ്യോഗസ്ഥർ മുതലെടുപ്പ് നടത്തുന്നുണ്ട്. അതിനെ നമ്മൾ ഫുൾ പ്രൂഫായിട്ട് ഫൈൻഡ് ചെയ്യണം. എന്തെല്ലാം കാരണങ്ങളുണ്ടെന്നുള്ളതെല്ലാം ഇത് കല്ലും നെല്ലും തിരിഞ്ഞത് ജനത്തിന് മുമ്പിൽ വരണമെന്ന് ആവശ്യപ്പെടുന്നുള്ളൂ. ഈ കേന്ദ്ര ഏജൻസിയെ കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തുന്നതെന്നും വ്യാഖ്യാനിക്കണമെന്ന കാര്യമൊന്നുമില്ല. ഇത് രണ്ടാണ്. ഇതിനകത്തുള്ള ഉദ്യോഗസ്ഥർ അത് സെലക്റ്റീവായിട്ട് ലീക്കേജ് കൊടുക്കുന്ന, മീഡിയയ്ക്ക് ലീക്കേജ് കൊടുക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടല്ലോ. ആരാണ് അങ്ങനെ വിമർശിച്ചത്? അതൊന്നും ശരിയായ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഒരാൾക്ക് ജീവിക്കാനുള്ള അവകാശം പോലെ തന്നെ ഒരാളുടെ സ്വകാര്യതയും മൗലിക അവകാശമാണ്. താങ്കൾ പറഞ്ഞതുപോലെ അറിയപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയലിസ്റ്റിന്റെ, ഒരു വ്യവസായിയുടെ ദുരൂഹ മരണത്തിന് ഇടയാക്കിയ സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം. അതെല്ലാം നടക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. കർണാടക പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സ്വാഭാവികമായും ആദായ നികുതി വകുപ്പും അതിനൊരു വിശദീകരണം നൽകേണ്ടി വരുമല്ലോ. അപ്പോൾ അവരുടെ ഉദ്യോഗസ്ഥരും അത് കൃത്യമായിട്ട് മൊഴി കൊടുക്കേണ്ടി വരും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്, കർണാടക പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്. അപ്പോൾ അതൊക്കെ ഒരു വഴിക്ക് നടക്കുന്ന സമയത്ത് തന്നെ ഇതിനെ, ഈ ആത്മഹത്യയെ രാഷ്ട്രീയ പ്രേരിതമാക്കുന്നത് ആരാണ്, എന്താണ് അവരുടെ അജണ്ട, എന്താവും എന്നാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഇപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇതുവഴി എന്തെങ്കിലുമൊക്കെ നടക്കുമോ? ബി ജെ പി സർക്കാരിൻ്റെ മേൽ കുതിര കയറുക, നരേന്ദ്രമോദിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക, അതുവഴി എന്തെങ്കിലും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുക, നേട്ടമുണ്ടാക്കുക, അത് ആരുടെ ഭാഗത്തു നിന്നാണ് അത്തരമൊരു പ്രവർത്തനം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ശ്രമം ഉണ്ടാകുന്നതെന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് ഊഹിക്കാമല്ലോ.